ശബരിമലയിൽ നടന്ന ഈ കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? 2 CPM നേതാക്കന്മാർ ജയിലിലല്ലേ? ഇനിയും ജയിലിൽ പോകാൻ പോകല്ലേ? മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും. ഇതിൻ്റെ പൂർണ്ണമായ വിവരം വന്നു കഴിയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോയിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പം ഞാൻ പൊതുജന താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ SITയെ അറിയിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. മറ്റ് എൻ്റെ കയ്യിൽ തെളിവുണ്ടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഏതെങ്കിലും ആധികാരിക രേഖ ഉണ്ടായിട്ടോ അല്ല. പക്ഷെ എന്നോട് ഇത്രയും വളരെ ഗൗരവമായി ഒരു വ്യവസായിയാണ് വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ഇൻഫോം ദ SIT അബൌട്ട് ദിസ്. അദ്ദേഹത്തിന് ഭയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത്. അതുകൊണ്ട് SITയുടെ മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത്, അല്ലാണ്ട് MP മാരല്ല. MP മാർ കേരളത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഈ കേരളത്തിലും കേരളത്തിലെ ജനങ്ങൾക്കും എതിരായിട്ടാണ്. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലുമില്ല. ആ വിഷയം വ്യക്തിപരമായൊരു വിഷയമാണ്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിച്ചിട്ടേയില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയാനുള്ളത്. ഇല്ല, ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിലില്ല. അദ്ദേഹം ചില അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലല്ലോ. അതുകൊണ്ട് പറയുന്നതായിരിക്കും, അതിനകത്ത് വേറെ അർത്ഥം കാണണ്ട. അത് ആരെ വിളിക്കണം ആരെ വിളിക്കേണ്ട തീരുമാനിക്കുന്ന ഗവൺമെൻറ് അല്ലേ. അപ്പോൾ വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം പോയി. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അത് ഗവൺമെൻറ്റല്ലേ വിളിക്കേണ്ടത്. ആരെ വിളിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കും. പങ്കെടുക്കുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്, വ്യക്തിപരമായി തീരുമാനിക്കേണ്ടത്.